നമസ്കാരം. ഞാൻ ഐക്കരപ്പടിയിലുള്ള മലബാർ റിഹാബിലിറ്റേഷൻ സെൻ്ററിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചാലിയം ജലീൽ സാറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തായാലും ഇവിടെയുള്ള ആളുകൾ എന്താണ്, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഞാൻ ഈ യാത്രയിലേക്ക് താങ്കളുടെ നിരീക്ഷണം. ഇപ്പോൾ രാവിലെ ഷൈമ ഇവിടെ വരുന്നു, അതുപോലെ ഇവരോടൊപ്പം ഒരു ദിവസം മൊത്തം വീട്ടിലുള്ളതിനെ ഉറങ്ങാനല്ലാണ്ട് വീട്ടിലേക്ക് ഉറങ്ങാനുള്ള സമയത്തേക്ക് മാത്രമാണ് ഷൈമ വീട്ടിലേക്ക് പോകാറുള്ളത്. സോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവർ അച്ഛനമ്മമാരുടെ കൂട്ടത്തിലാണുള്ളത്. എന്താണ് ഷൈമയ്ക്ക് ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതും സാധാരണ നമ്മൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്തും നമുക്ക് തോന്നുന്നുണ്ട് തമ്മിലുള്ള ഡിഫറൻസ്? അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് നല്ലൊരു മനസ്സമാധാനമാണ് ഇവിടെ വരുമ്പം. നമ്മളിപ്പോൾ വീട്ടിൽ പല പ്രശ്നങ്ങളും കൊണ്ടാക്കാൻ നമ്മളൊരു ജോലിയിലേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വരുമ്പോഴാണ് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. ഇവിടെ വന്ന് എനിക്ക് പോകാനേ താല്പര്യമില്ല. പക്ഷേ എൻ്റെ വീട്ടിലത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഉമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ നൈറ്റ് അങ്ങോട്ട് പോകുന്നത്. അല്ലാത്ത സമയം ഫുൾ ടൈം എനിക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ ഇവരെ കൂടെ ഇങ്ങനെ ഓരോ സംസാരിക്കും, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ എന്തോ പണത്തിന് വേണ്ടി ചെയ്യുന്നേക്കാൾ കൂടുതലും ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പം. പിന്നെ ജലീൽക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പം അതിനേക്കാൾ സന്തോഷമാണ്. അപ്പം എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. ഇവരെ ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഇവരും എന്നെ അതേപോലെ തന്നെയാണ് കാണുന്നത്, സ്വന്തം മോളെ പോലെ തന്നെയാണ് നമ്മൾ ഇവരെ കാണുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ മുത്തശ്ശി കഥകളൊക്കെ ഒരുപാട് കേൾക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ വീട്ടിലെ പോലെയല്ല, ഒരുപാട് ആളുകൾക്ക് കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇവരുടെയൊക്കെ ഒരുപാട് പഴയ കഥകളുണ്ടാവും. നമ്മളൊക്കെ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരാണ്. സോ ഇവരുടെ ഒരുപാട് അനുഭവ കഥകൾ, ജീവിത അനുഭവ കഥകൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലേ? അപ്പോൾ എനിക്ക് ഓരോരുത്തരുടെ അടുത്ത് പരിചയപ്പെടുത്തണം. ആ അമ്മയുടെ അടുത്തേക്ക് തന്നെ നമുക്ക് പോകാം. എന്താണ് അമ്മയുടെ പേര്? അമ്മയുടെ പേരെന്താണ്? മാധവിയമ്മ. മാധവിയമ്മയുടെ നാട് എവിടെയാ? നാട് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെ ഇവിടെ വന്നു? വയനാട്ടിൽ വന്നു. വയനാട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ മരിച്ചു. ഭർത്താവ് മരിച്ചു. ഒരു മോമ ഉണ്ടായിരുന്നു, അതും മരിച്ചു. അപ്പം ഒന്നും ഇല്ലാതായപ്പോൾ ഇവിടെ ഇപ്പം മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. എൻ്റെ മോനെ ഇനിയിപ്പോ ആണല്ലേ? ഇവിടെ ബാക്കിയുള്ളവരോട് നമ്മുടെ ലോകത്തിന്റെ മുമ്പിലോട്ട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, നമ്മളങ്ങനെ ഒന്നും ഇല്ലാതെ നടന്നപ്പോഴത്തേനും കിടപ്പാടും ഇല്ല. അങ്ങനെ ഇപ്പം ഇങ്ങനെ ഈ മോൻ്റെ കൂടെ കൂടി ഇപ്പം സന്തോഷമാണ്. നല്ല വിശേഷമാണ്, സുഖമാണ്. രാവിലെ ഭക്ഷണം, കൃത്യസമയത്ത് ഭക്ഷണം, മരുന്ന് ഒക്കെ ഓക്കെയാണ് ആണല്ലേ? അവർ പൊന്നുപോലെ നോക്കുന്നുണ്ട്, പറയുന്നത് പോലെ തന്നെ. അവരെ പറയുന്നതൊക്കെ സത്യമാണ്. ഓക്കെ. ഒറ്റയ്ക്കുള്ള ഒരു വീട്ടിലായിരുന്നു. ഇതിപ്പോ ഒറ്റയ്ക്കൊരു വീടാണോ? ഒരുപാട് പേരില്ലേ? അമ്മയുടെ വീട്. പിന്നെ എന്ത് പറയാനുണ്ട് ഇവരെ കൊണ്ടൊക്കെ? അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് നല്ല കാര്യങ്ങളാണ് പറയാനുള്ള. സന്തോഷമാണ്. എനിക്കിപ്പൊരു കാര്യം പറയാനില്ല. എന്താ ചെയ്യണ്ടെങ്കിൽ ഞങ്ങളെ നോക്കുന്നത് ജലീൽക്കാണ്. ജലീൽക്കൊക്കെ ഒരു വീട് വേണം, സ്ഥലവും വീടും വേണം. അതൊക്കെ റെഡിയാവും, എല്ലാം ശരിയാവും. കാരണം ജലീലിനെ കുറിച്ച് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാണ് സന്തോഷം വരുന്നത്. ഞാൻ എപ്പോഴും 3 നേരം ജലീൽക്കയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ജലീൽക്ക കുറച്ച് നന്നായി കണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഇന്നത് വേണം ജലീൽക്ക എന്ന് പറഞ്ഞാൽ ജലീൽക്ക ഞങ്ങളെ മുന്നിൽ എത്തിച്ചു തരുന്നുണ്ട്. അതിനെക്കൊണ്ട് ജലീൽക്കയ്ക്ക് നല്ലൊരു വീട് ഞങ്ങളെ നോക്കാനായിട്ട് ദൈവം സഹായിക്കണം, നിങ്ങളും സഹായിക്കണം. തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കുന്നവർ നിങ്ങൾ ഈ കടത്തി വിടുന്നത് ഇത് ലോകം മുഴുവൻ കാണും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മോനും കൂടി ഉണ്ടായിരുന്നു, സൂരജ്. മോനിപ്പോൾ ഒന്ന് കുറച്ച് പണി കിട്ടിയിട്ട് പോയി. ഇന്ന് വരില്ലെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരെ അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് കല്യാണം നിശ്ചയമുണ്ട്. ഞാനിങ്ങനെ 4 പുറമേ നോക്കുന്ന അവിടെ ഇരിക്കുകയാണെങ്കിലും ഓൻ വരുന്നുണ്ടോ. അങ്ങനെ ഓരോ വിലക്കെ പാട്ടൊക്കെ കേൾക്കുന്നില്ലേ? ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചു. എങ്ങനെ, സന്തോഷമാണോ? ഹാപ്പിയാണ്? എൻ്റെ ജലീൽക്ക എന്നാണ് പറയുന്നത്. ഷബീർ അത് കേൾക്കുന്നുണ്ടോ? തീർച്ചയായും ഒന്നുകൊണ്ട് അമ്മമാരെ പേടിക്കേണ്ട. കാരണം ആ മനുഷ്യന് അതിനുള്ള ആയുസ്സും അതിനുള്ള ആരോഗ്യവും ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? ഇങ്ങനെ എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങനെ പറഞ്ഞയച്ചു. പക്ഷെ ഇന്ന് ഈ നിലയിലാണ് എൻ്റെ അമ്മ ഇരിക്കേണ്ടത് എന്നുള്ളത് അവർ കാണണം. തീർച്ചയായിട്ടും ഒരു മക്കളല്ല കാണേണ്ടത്, ഇതുപോലെയുള്ള എല്ലാ മക്കളും ഇത് കാണണം. അല്ല പറയാ അല്ലേ? ഒരമ്മയും അച്ഛനും അല്ല കാണേണ്ടത്, ഒരമ്മയും മക്കളല്ല കാണുന്നത്. ഇതുപോലെ കാണിക്കുന്ന ഒരുപാട് മക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സൗകര്യങ്ങൾ കൂടി പോകുന്നതാണ്. അച്ഛൻ നോക്കാണ്ട് ഞാൻ ആ 3 മക്കളെ അങ്ങനെ രാവുമ്പോലില്ലാണ്ട് കണ്ണീര് കുടിച്ച് ഞാൻ വളർത്തിയതാണ്. എന്നിട്ടാണ് ഇപ്പൊ അവർക്ക് എന്നെ വേണ്ടാണ്ടായത്. പക്ഷെ വീടില്ല. അത് മക്കൾ വേറെ ഇല്ല ഇവിടെ. സങ്കടപ്പെടണ്ട, അമ്മ ഹാപ്പി ആയിരിക്കൂ. ഇവിടെ മകനുണ്ട്, മക്കളുണ്ട്, നോക്കാൻ ആളുണ്ട്. ഇവിടെ സമാധാനമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാം. മകളുണ്ട്. കുഴപ്പമില്ല. ഞാൻ എങ്ങനെ നന്നായിട്ട് ഞാൻ ജീവിക്കട്ടെ.
ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. അവരുണ്ട് ഏത് മരുന്നിനോ കാര്യത്തിനോ എന്ത് വേണോ അവളമ്മ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അവർ ചെയ്തത്. സത്യത്തിൽ ജലീൽക്ക നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിപ്പോർട്ട്സ് ആണ്. എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഭക്ഷണത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും പുറത്തിറങ്ങാനാണെങ്കിലും പുറത്തിറങ്ങി ആ ഗേറ്റിൻ്റെ പുറത്ത് മാത്രം പോകരുതെന്നേ ഉള്ളൂ. അതിർവരമ്പ് പിന്നെ ഗേറ്റിൻ്റെ പുറത്ത് കിടക്കരുതെന്ന്. എന്നാലും അവർക്കുള്ളൊരു സന്തോഷം ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് സന്തോഷമുള്ള എന്ത് ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. കാരണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത്. ഇപ്പോൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെയും കൊണ്ട് പുറത്ത് പോകാറുണ്ട്. ഇവർക്ക് പിന്നെ അമ്പലത്തിൽ പോകണമെന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോകാറുണ്ട്. ഇവിടെ പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോൾ പള്ളിയിൽ പോകും. പിന്നെ മുസ്ലിംസ് ഉണ്ട്, ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ഈ മുസ്ലിംസിൻ്റെ ആചാരപ്രകാരം നമ്മൾ ഇവിടെ പള്ളിയിൽ പോയി ഇങ്ങനെ നിസ്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതേമാതിരി ഇവർക്ക് പിന്നെ ഏതെങ്കിലും ചർച്ചിൽ പോകണമെന്ന് ഉദ്ദേശിക്കുക, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചർച്ചിൽ പോകണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ചർച്ചിൽ അത് റെഡിയാക്കി കൊടുക്കും. പിന്നെ അതേമാതിരി എല്ലാ ഞായറാഴ്ചയും പിന്നെ ഹിന്ദുക്കളെ മതാചാരപ്രകാരം അവർക്ക് ഭഗവാനെ തൊയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അതും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇപ്പം ഞാനൊരു 70 സെൻറ്റ് സ്ഥലം എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ അതിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരുമില്ലാത്തവർക്ക് ഒരാശ്രയം കൊടുക്കാം. അത് മാത്രമല്ല അവർക്ക് ഏത് ആചാരപ്രകാരമാണോ അതിനനുഷ്ഠിക്കാം. അതിനുള്ള ഒരു പള്ളി, ഒരു പിന്നെ അമ്പലം, ഒരു വലിയൊരു മനുഷ്യന് എന്താ പറയുക, എനിക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് അദ്ദേഹം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞു, ജലീലെ ആ ഒരു കാര്യം ഞാൻ ഏറ്റു. ഈ 3 ആളുകൾക്കുള്ള പിന്നെ പള്ളി, അമ്പലം, ചർച്ച്, ഈ കാര്യത്തിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ഞാൻ നിൻ്റെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സംഭാവനയായിട്ട് തരും. അത് നീ എന്താണ് ചേച്ചാ ചെയ്തു, അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കണം. ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. 16 ലക്ഷം രൂപ പല സുമനസ്സുകളും ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടാണ് ഞാൻ 16 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത്. ഇനി എനിക്ക് 14 ലക്ഷം രൂപയും കൂടെ വേണം. അതിനുള്ള ഓട്ടത്തിലാണ് തീർച്ചയായിട്ടും ആ പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. ഇത് ജലീൽഖാൻ്റെ മാത്രം ആവശ്യകതയല്ല, ശരിക്കും പിടിക്കുന്ന ഓരോ അതാണ്. അവരും പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങൾക്കൊരു കിടപ്പാടം വേണം എന്നാണ്, ജലീൽക്കൊക്കെ വേണം എന്നല്ല അവർ പറഞ്ഞത്, ഞങ്ങൾക്കൊരു കിടപ്പാടം വേണം എന്ന്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ലോക മലയാളികൾ ഇത് കാണുന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എത്രയോ സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിൽ എത്രയോ പൈസകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ദൂർത്തടിച്ച് കളയുന്നുണ്ട്. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്മമാരുടെ ആഗ്രഹം സാധിച്ചെടുത്തൂടെ. നമുക്ക് കുറച്ച് ആളുകളിലേക്ക് കൂടി വീണ്ടും കടന്നു ചെല്ലാം. എങ്ങനെയാണ് ഇവരെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസ്ക് പിടിച്ചൊരു കാര്യം തന്നെയാണ് അല്ലേ? പക്ഷെ അതൊന്നും മനസ്സിൽ കാണാറില്ല അല്ലേ? എന്ത് തോന്നി ഇവരെ നോക്കുന്നതിൽ അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്നതിൽ? ഒന്നുമില്ല, നല്ല സന്തോഷം തന്നെ, നല്ല സന്തോഷത്തോടു കൂടി നോക്കുന്നു. അവർ തിരിച്ചങ്ങോട്ട് ഈ കൊച്ചുകുട്ടികളെ പോലെയൊക്കെ വാശി പിടിക്കാറോ ചേത്ത് പറയ്ക്കാതെ ദേഷ്യം പിടിക്കാറൊക്കെ ഉണ്ടോ? മോളെ നല്ല വിളിച്ചിട്ടാ പറയാ. അത്രയ്ക്ക് നല്ല ആൾക്കാരാണോ? ആഹാ. അല്ല, 6ഉം 60ഉം ഒരുപോലെ എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ? 6 വയസ്സുള്ള കുട്ടിയുടെ അതേ സ്വഭാവമായിരിക്കും 60 വയസ്സുള്ള ആൾക്കെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും. ഏകദേശം ഏറെക്കുറെ അറിയാം, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് എറിയുക, അങ്ങനെ ഇല്ല, മോളെ നല്ല വിളിച്ചിട്ട് കൈയെല്ലാം വിളിച്ചിട്ട് മോളെ വന്ന് ഒന്ന് കക്കൂസ് കൊണ്ടുപോകണം, ഒന്നും കൈ പിടിക്കണം, ഒന്നും ബാത്റൂമിൽ പോകണം എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ചെയ്യണം, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കും. അപ്പം നമുക്ക് എന്തായാലും ഇനി അച്ഛന്മാരുടെ അടുത്തേക്ക് പോവാം. ഇപ്പം നമ്മൾ കണ്ടത് ഇവിടെയുള്ള അമ്മമാരെയാണ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയുള്ള അച്ഛന്മാരെയാണ്. ഇപ്പോൾ ആളിക്കടവെന്നുണ്ട്. എത്ര നാളായി ഇവിടെ വന്നിട്ട്? 2 മാസം കഴിഞ്ഞു. ഓക്കെയാണ്, സുഖമാണ്. ജലീൽക്ക് അതുപോലെ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാം. അച്ഛൻ്റെ പേരെന്താണ്? നാണു. അച്ഛൻ എവിടുന്നാ വരുന്നത്? താനൂര്. ആ, വീട് വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം, ശരിയല്ലേ? അല്ലേ? നമുക്ക് ഈ വാടക കെട്ടിടത്തിൽ നിന്ന് മാറണ്ടേ? അതാണ് തീർച്ചയായിട്ടും. മുറിഞ്ഞതാണ്, നേരത്തെ മുറിഞ്ഞതാണോ? ഇപ്പൊ ഇവിടെ വന്നിട്ട് മുറിഞ്ഞതാണോ? നേരത്തെ മുറിഞ്ഞതാണ്. എവിടെയാണ് വീട്? അടിവാരത്താണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി? ഒരു മാസമായി. എന്ത് ചെയ്യായിരുന്നു? ഇൻഡസ്ട്രിയൽ വർക്കാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓക്കെയാണ്, സന്തോഷമാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളുടെ ഇവരുടെയൊക്കെ ഈ ഒരു വാക്കുകളാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അല്ലേ ലത്തീഫ് സാറേ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആരും എത്തരുത്. അത് നമ്മൾ കൊടുക്കുന്ന ഒരു അവയർനെസ് കൂടിയാണ് ലോകത്ത്. തീർച്ചയായിട്ടും ഒരു അച്ഛനമ്മമാരെ വഴിയിലിട്ട് പോകേണ്ട ഒരു സന്ദർഭം ഇനി ഒരിക്കലും ഉണ്ടാകും. കേരളത്തിൽ ഇങ്ങനെ ഒരു വൃദ്ധസദനം ഇനി കൂടി വരാനുള്ള സാധ്യത കുറയ്ക്കാൻ നോക്കുക എന്നുള്ള കൂട്ടാൻ ഒരിക്കലും ആരും തന്നെ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ഏത് ആളുകളായാലും ശരി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും തന്നെ പറയാനും
പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പാട്ട് പാടി കേട്ടോ. ആട്ടോ ആ. ചേട്ടാ മോനെ എന്തായാലും ഇതിന് അവസാന പാട്ടത്തിലേക്ക് ഞാൻ കടക്കാണ്. എന്താണ് പേര്? ബീരാനിക്ക. എന്നോട് പറഞ്ഞു രാവിലെ ബീരാനിക്കയുടെ നാട് കോഴിക്കോടാണ്. എവിടെയാണ്? മുഖദാറിലാണ്, കടപ്പുറത്ത് അല്ലേ? ഫിഷർ മീൻപിടുത്തമായിട്ട് മൂപ്പർ വന്നിട്ടാ വൃത്തിയാക്കുന്നത്. അതിനൊരു മനസ്സ് വേണ്ടേ? അപ്പൊ എന്താ അറിയോ, പൈസ കൊടുത്താൽ വേറെ ആൾ എടുക്കൂല, കിട്ടില്ല. പൈസ കൊടുത്താൽ അങ്ങനെ ചെയ്യില്ല. എന്നാലും മനസ്സ് വെറുക്കും. മൂപ്പർ വന്നിട്ട് കഴിക്കും, ഓടാതെ കഴിക്കും, ബോസ് ഇടാതെ അത് കോരിയെടുക്കും. അത് കോരിയെടുത്ത് വൃത്തിയാക്കി മൂപ്പർ കഴുകി കൊടുത്ത് വൃത്തിയാക്കി റാത്താക്കി. അത് അന്യം ചെയ്തിക്കണ്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സ്റ്റിൽ ഫോർ മൈ മൈൻഡ്. കേൾക്കുമ്പോൾ പണിയെടുത്ത കേൾക്കാതെ പറഞ്ഞു. അല്ല, കേൾക്കാതെ ആണെങ്കിലും ഇവിടുത്തെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് അറിയോ? കേൾക്കുകയാണെങ്കിലും കേൾക്കാതെ ആണെങ്കിലും നിങ്ങൾ ഇതൊക്കെ തന്നെ പറയൂ. അത് സത്യമാണ് അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതെ, ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ നമ്മൾ അതെ അതെ അതെ. അപ്പൊ നമുക്ക് ആച്ചിന്റെ അടുത്തേക്ക് കൂടെ പോ. അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ആണല്ലേ? ഇവിടെ ഇനിയിപ്പോ പറയാനും ചോദിക്കാനൊന്നും എനിക്കൊന്നും ഇല്ല. കാരണം ഞാൻ ആകെ ഈ നമ്മുടെ കിളി പറഞ്ഞൊരവസ്ഥയിലാണ്. നമ്മളോട് ചോദിച്ചാലേ ഈ സ്ഥാപനത്തില് ഈ മനുഷ്യനെ കുറിച്ച് 100% നല്ലത് മാത്രമല്ലാതെ മോശമായ ഒരു വാക്കോ പ്രവൃത്തിയോ നോട്ടോ ആ പുള്ളിയെ കൊണ്ട് ഞങ്ങൾക്കുണ്ടാവില്ല. എപ്പോഴും 100% ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങളിവിടെ കഴിയുന്ന കാലം വരെയും പുള്ളിയെ കൊണ്ടുണ്ടാവില്ല. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടേ. ചേച്ചി എന്താ പറയാനുള്ളത്? ചേച്ചി ഈ പറയുന്നവർക്ക് പറഞ്ഞോട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ട്, ഉണ്ടാവില്ല. എനിക്കൊന്നും പറയാനില്ല. കാരണം എനിക്ക് വാക്കുകളില്ല പറയാൻ. കാരണം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ് ഇങ്ങനെ ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുക. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്താ പറയുന്നത്, എനിക്ക് പറയാൻ വാക്കുകളില്ല. ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് അല്ലേ? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അച്ഛനമ്മമാരെ കൂട്ടിപ്പിടിച്ച് ജീവിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം തന്നെയാണുള്ളത്. നമുക്ക് സത്യം ഉറപ്പ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ ഇവരെ വാക്കും തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ജലീൽ എന്നൊരു വ്യക്തി കൊണ്ട് ഇത്രയും ആളുകൾ നല്ലത് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്നുള്ള നമ്മളൊക്കെ മനസ്സിലാക്കി കുറേ കാലങ്ങൾക്ക് ഞാൻ കാണുന്നുണ്ട് ജലീലിനെ. എനിക്കറിയാം, നമ്മളെ ഗ്രൂപ്പിന്റെ ഒരു ആളും കൂടിയാണ്. മുൻ പരിചയം. ക്ലോക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതവിടെ അലങ്കാര വസ്തുവായിട്ടിരിക്കുന്നത് മാത്രമല്ല, അവൻ കറങ്ങുന്നത് നമ്മുടെ ആയുസിനെ കൊണ്ടാണ്. ഓർക്കുക, ഈ ആയസ് ക്ലോക്കിൻ്റെ സൂചി പോലെ തന്നെ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തും മുമ്പ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നത്തേക്ക് ചെയ്യുക, പ്രവർത്തിക്കേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുക. നിന്റെ കർമ്മമാണ് നിന്റെ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത്. നമ്മൾ വളർന്ന് വലുതാവുമ്പോൾ 6ഉം 60ഉം ഒരുപോലെ എന്ന് പറഞ്ഞാൽ അവർ ആ പ്രായത്തിലേക്ക് കടന്നു പോകും. ഇന്ന് അവർ ഐസ്ക്രീമിന് വേണ്ടി ചോദിക്കും, പുറത്ത് ടൂർ പോകാൻ ചോദിക്കും. അന്ന് നമുക്കത് സാധിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾക്ക് ചെയ്തതേ നമുക്ക് തിരിച്ചു കിട്ടൂ. റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഐക്യരപ്പടിയിൽ നിന്നും RJ ഉണ്ണി, SK ന്യൂസ്. താങ്ക് യു.